വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന സൂചന. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLAക്ക് പണം നൽകിയതിന്റെ കണക്ക് സൂചിപ്പിച്ചുള്ള NM വിജയന്റെ കത്ത് പുറത്തുവന്നത് വ്യാജ ഉടമ്പടി രേഖയാണെന്ന് IC ബാലകൃഷ്ണൻ. NM വിജയന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വയനാട് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വിഷം കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന NM വിജയനും മകൻ ജിജേഷും ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് CPIMന്റെ ആവശ്യം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായി സംശയമുണ്ടെന്നും CPIM ബത്തേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി R ജയപ്രകാശ് ആരോപിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. അത് ചില ആളുകൾ എടുത്തു മാറ്റിയോ ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട് ആദ്യമേ സന്ദർശിച്ച 2 പേരുണ്ട്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ വിവരങ്ങൾ പുറത്തു വരും. മാത്രമല്ല, ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടന്നാൽ വസ്തുക്കളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് CPM എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നത്. അതിനിടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതി പുറത്തുവന്നു. ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ 10 ലക്ഷം രൂപ ബത്തേരി MLA IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചതായി പരാതിയിലുണ്ട്. പണമിടപാട് നടന്നതിന്റെ ഉടമ്പടി രേഖകൾ കൂടി പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ IC ബാലകൃഷ്ണൻ. ഒരു വ്യാജരേഖ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വ്യാജരേഖയുമായി സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ഇവിടെ നീതിയുക്തമായി പാർട്ടിക്കൊക്കെ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വിജയേട്ടന്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. സംഭവം ഉണ്ടാകാൻ എന്ത് കാരണം എന്നതിനെ സംബന്ധിച്ചുള്ളത് അറിയില്ല. അതിനെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അടങ്ങുന്ന അവരുടെ ഒരു അന്വേഷണത്തിൽ സമഗ്രമായൊരു അന്വേഷണം നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളൊക്കെ വിവരം അറിയിക്കുന്നതാണ് അക്കാര്യം. കൽപ്പറ്റയിലെ DCC ഓഫീസിലും ബത്തേരി മണിച്ചിറയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഇരുവരുടെയും മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 24 കോഴിക്കോട്.